സണ്ണി ജോസഫ് മന്ത്രിയായതിന് പിന്നാലെ പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്താൻ വൈകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. മുൻ ധാരണകൾ പാളിയതോടെയാണ് വൈകൽ. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ അധ്യക്ഷ പദവിയിൽ ബെന്നി ബെഹനാൻ എത്തുമെന്നായിരുന്നു മുൻധാരണ. ജനപ്രതിനിധികളല്ലാത്തവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ എന്നും ഹൈക്കമാൻഡിനോട് ആവശ്യം ഉയർത്തുന്നവരുണ്ട്. ധനുസുമോദ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന്. സുമോദ്, ഗുഡ് മോർണിംഗ്. നേരത്തെ മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ച കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ അടുത്ത KPCC അധ്യക്ഷൻ ആരാകും എന്നതും നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശനോ രമേശ് ചെന്നിത്തല ആവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ക്രിസ്ത്യൻ ആയിരിക്കും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാം. സണ്ണി ജോസഫ് മന്ത്രിയാവുന്നതോടെ ഒഴിവ് വരുമ്പോൾ വീണ്ടും ഒരു ക്രിസ്ത്യൻ വരും എന്നതൊക്കെ ആയിരുന്നു നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ആ മുൻധാരണകൾ എവിടെയാണ് ഇപ്പോൾ പാളിയത്? പുതിയ പേരുകളിലേക്ക് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധ പോകുന്നുണ്ടോ? ഏതൊക്കെ തരത്തിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്? സൈഫു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുൻധാരണകളും ഫോർമുലകളും എല്ലാം ഇപ്പോൾ അമ്പെ പാളിയിരിക്കുകയാണ്. ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്ന, അതായത് സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ആ ദിവസം തന്നെ അത്തരത്തിൽ ഒരു പുതിയ ചർച്ച ആരംഭിക്കും എന്നാണ് കരുതിയിരുന്നത്. ഒരുപക്ഷെ മന്ത്രി പ്രഖ്യാപനം തീരുമാനമായതിനു ശേഷം മന്ത്രിമാരോടൊപ്പം തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാം എന്നൊരു കണക്കൂട്ടലൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം അമ്പെ പാളിയിരിക്കുകയാണ്. കാര്യം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതോടെ ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷ പദവിയിലെത്തും എന്നുള്ളതായിരുന്നു ഒരു മുൻധാരണ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം UDF കൺവീനറാണ്. എ ഗ്രൂപ്പിലെ തന്നെ മുതിർന്ന നേതാവാണ്, തലമുതിർന്ന നേതാവാണ്. ഈ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒപ്പമുള്ള ഒരു കോൺഗ്രസിനകത്തെ തലപ്പൊക്കമുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ഒരു പദവിയിൽ എത്തിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയും VD സതീശൻ മുഖ്യമന്ത്രിയാകുകയും ചെയ്തതോടുകൂടി ഈ സണ്ണി ജോസഫ് ഒഴിഞ്ഞു കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഇത് സണ്ണി ജോസഫ് തന്നെ തുടരട്ടെ, വിശദമായ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാം എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ MPയും MLAമാരും അല്ലാത്തവർ ഈ പദവികളിലേക്ക് എത്തണം, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. DCC അധ്യക്ഷന്മാരായിട്ട് പോലും ആ തരത്തിലുള്ള MPയും MLAമാരും അല്ലാത്ത ഫുൾ ടൈമർമാരെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം പറയുന്നുണ്ട് ഹൈക്കമാൻഡിലും. പക്ഷേ ഹൈക്കമാൻഡിൽ ഇപ്പോഴും MPമാർ അവരുടെ ആവശ്യം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കൊടിക്കുന്നിൽ സുരേഷിനാണ് ആ തരത്തിൽ മല്ലികാർജ്ജുന ഖാർഗെയെ നേരത്തെ കണ്ടത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ദളിത് വിഭാഗത്തിൽ നിന്നും ചരിത്രത്തിൽ ഇതുവരെ ഒരു KPCC അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആന്റണി ആകട്ടെ അദ്ദേഹത്തിന് നേരത്തെ KPCC അധ്യക്ഷ പദവിയിലേക്കുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ ഒരു അകലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന രീതിയിൽ സണ്ണി ജോസഫിൻ്റെ ഒരു തീരുമാനമാകുന്നത്. അങ്ങനെ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാകുകയായിരുന്നു. എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ചുക്കാൻ പിടിക്കുകയും ഓരോ മണ്ഡലത്തിലും ഷാഫി പറമ്പിൽ വേണം എന്ന് സ്ഥാനാർത്ഥികൾ തന്നെ പരസ്പരം മത്സരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ വേണം എന്നുള്ള ഒരു തരത്തിലുള്ള ചർച്ചയുണ്ട്. ഇത് MPമാരെ സംബന്ധിച്ചതാണ്. പക്ഷേ MLAമാരാണെങ്കിൽ ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനം ഇതുവരെ നൽകിയിരുന്നില്ല. ചാണ്ടി ഉമ്മൻ, മാത്യുക്കുൾനാടൻ, വിൻസെന്റ് തുടങ്ങിയ ഒരു നിര MLAമാർ MLAമാരെ ആക്കുകയാണെങ്കിൽ അവരെ ആക്കണമെന്ന് അവരെ പിന്തുണക്കുന്നവർ പറയുന്നുണ്ട്. ഈ ചർച്ചകൾ ഇപ്പോൾ തൽക്കാലം തുടരേണ്ട കാര്യം, വകുപ്പ് തലത്തിലെ ചർച്ചകൾ പോലും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഫോർമുല കൃത്യമായി ആക്കിയതിനു ശേഷം KPCC അധ്യക്ഷ പദവിയിലേക്ക് പുതിയ ആളെ തീരുമാനിച്ചാൽ മതി. അതുവരെ സണ്ണി ജോസഫ് തുടരട്ടെ എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം.